നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 2 പതിറ്റാണ്ട് മുൻപ് കുഴിച്ചുമൂടിയ രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ? കർണാടക ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയിൽ നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. ശുചീകരണ തൊഴിലാളിയെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തും. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ് വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കർണാടകയിലെ മാധ്യമങ്ങൾ പോലും ആദ്യം റിപ്പോർട്ട് ചെയ്യാത്ത വാർത്ത. ന്യൂസ് 18 കേരളം ഈ വാർത്തയുടെ പിന്നാലെ പോകുന്നു, ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ പോകുന്നു. KV ബൈജു ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചതാണ്. പല ഇരകളുടെയും, ഈ കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന പല ഇരകളുടെയും ബന്ധുക്കളുമായും അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണ സംഘം നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ എപ്പോഴാണ് ഈ സ്ഥലത്ത്, ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുന്നത്? അതെ ടോമേ, ഇതിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഏതായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പേരുടെ, അതായത് ശബ്ദിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുടെ ശബ്ദമായി മാറാൻ ന്യൂസ് 18 സാധിച്ചു. അതിലൂടെ വലിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും നിർണായകമാകുക ഈ പരിശോധന തന്നെയാണ്. 3 മണിക്കാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന, തെളിവെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതും അഭിഭാഷകരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിലുള്ള പരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മണിയോടുകൂടി ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ എത്തിക്കും. അവിടെ ഈ പരിശോധന ഏതൊക്കെ സ്ഥലങ്ങളിൽ കൃത്യമായി ഇദ്ദേഹം കാട്ടിക്കൊടുക്കും, ആ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. വരും ദിവസങ്ങളിലൊക്കെ പരിശോധന നടത്തും. കാരണം 100ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നീണ്ട സമയം എടുക്കും. അത്തരത്തിലുള്ള നടപടി കാര്യങ്ങളൊക്കെ കടക്കേണ്ടി വരും. എന്തായാലും ഇതിൽ ഏറ്റവും വലിയ ചൂടുവെപ്പ് ഇത് തന്നെയാണ്. ആ പ്രദേശത്ത്, അതായത് ഈ മൃതദേഹം കുഴിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലം, അത് പരിശോധിക്കാൻ തയ്യാറാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം വർഷങ്ങളായി ഒരുപാട് പേരുടെ പ്രയത്നം, ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ഒരു നടപടിയും എടുക്കാത്ത പോലീസ് ഇതിനെല്ലാം ഒടുവിൽ നിരന്തരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരകളുടെ വീടുകളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിരുന്നു. അവരുടെ ദയനീയ അവസ്ഥ, നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനമൊക്കെ നടത്തുന്നു, പ്രതിഷേധമൊക്കെ നടത്തുന്ന സാഹചര്യം. ഇതിൽ ഈ ഉൾപ്പെട്ടിട്ടുള്ളവർ പ്രബലരാണ്. വലിയ പണവും സ്വാധീനവും വെച്ച് തെളിവുകളെല്ലാം നശിപ്പിക്കാനും അത്തരത്തിൽ അന്വേഷണം വഴിമുട്ടിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ആളുകളാണ്. അതുപോലെ തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്. അത് കഴിഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഒരു ഡി ഗ്യാങ് ഇപ്പോഴും അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ സ്ഥലം വളരെ നിർണായകമാണ്. ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നത് അതിന് ഏറ്റവും വലിയ തെളിവ്. ഇദ്ദേഹം ഈ തെളിവിനായി ഒരു മൃതദേഹം അവശിഷ്ടം അവിടെ നിന്നും ഇത്തരത്തിൽ കുടിച്ചെടുത്തിരുന്നു. ഒരു തലയോട്ടി ലഭിച്ചിരുന്നു. ആ തലയോട്ടി കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പിന്നീട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത്. എന്തായാലും അതിനിടയിൽ തന്നെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതും വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ആരെങ്കിലും പരാതി പറയാൻ പോലും തയ്യാറാവാത്ത ഒരു സാഹചര്യം ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടു. അനന്യ ഭട്ട്, അതായത് MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിനെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അമ്മ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതും വളരെ പ്രധാനമാണ്. കാരണം 22 വർഷം മുൻപ് നടന്ന ഒരു സംഭവം, 2003 നടന്ന ഒരു സംഭവം. അന്ന് പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. ഈ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് 4 മാസത്തോളം കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം. അവരിപ്പോഴും ധർമ്മസ്ഥലയിലുണ്ട്. അവർ ഇന്നലെ രാത്രിയോടുകൂടി പരാതി നൽകിയിരിക്കുന്നു. പോലീസ് അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ നിർണായക നീക്കങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. കുളിച്ച് മൂടപ്പെട്ട പോലെ നിലവില് ഈ കൊല്ലപ്പെട്ടെന്ന് പറയപ്പെടുന്ന 2 പെൺകുട്ടികളുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 100ഓളം ഈ പെൺകുട്ടികളും യുവതികളും അടക്കം 100ഓളം പേരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നല്ലോ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. മാത്രമല്ല ശുചീകരണ തൊഴിലാളിയും ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് നടത്തിയത്.
അതിൽ ഒരുപക്ഷെ മലയാളികൾ ഉൾപ്പെടെ മരിച്ചിട്ടുണ്ടാകാം, കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. ഈ 2 പെൺകുട്ടികളുടെ കുടുംബമല്ലാതെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത് ബൈജു, വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയാണ്. വലിയ തീർത്ഥാടന കേന്ദ്രമാണ്, ഒരു ക്ഷേത്ര നഗരമാണ്. ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയത് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നിന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളിയെ ഇവിടെ പരിശോധനയ്ക്കായി എത്തിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധത്തിന് ഒരു സാധ്യതയുണ്ടോ? പോലീസിനെ സംബന്ധിച്ച് ഈ പരിശോധന എത്രത്തോളം വെല്ലുവിളിയാകും? തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ടോമെ. കാരണം കോടതിയിൽ ഇദ്ദേഹം നേരിട്ട് എത്തിയത് തന്നെ തനിക്കും തന്റെ കുടുംബത്തിനും സംരക്ഷണം നൽകണം എങ്കിൽ മാത്രമേ ഇതിന്റെ എല്ലാ സത്യങ്ങളും താൻ വെളിപ്പെടുത്തൂ. അതായത് ഇത് ആരാണ് ചെയ്തത്, ഇത് എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്, ഇതെല്ലാം തനിക്കറിയാം. പക്ഷേ തനിക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്നായിരുന്നു ഇദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകിയിരിക്കുന്നു. അതീവ സുരക്ഷയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഈ സ്ഥലത്തെത്തിക്കുന്നത്. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ കറുത്ത, നമ്മളത് നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്, അത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ദൃശ്യമാണ്, കറുത്ത കോട്ടും, അതായത് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്ന തെളിവെടുപ്പിലും അദ്ദേഹത്തെ എത്തിക്കുക. അതോടൊപ്പം കൂടുതൽ പോലീസ് വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയായിരിക്കും ഇദ്ദേഹത്തെ എത്തിക്കുക. ഏതായാലും ടോം നേരത്തെ ചോദിച്ചതുപോലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് 100-ൽ ഒതുങ്ങുന്നതല്ല. കാരണം 484 പേർ ഈ പ്രദേശത്ത് നിന്നും, അതായത് 2021 മുൻപ് 10 വർഷത്തിനിടയിൽ മാത്രം ഇത്തരത്തിൽ ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസ് തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയിരിക്കുന്ന ആ കണക്കിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 100 പേരെ ഏതെങ്കിലും തരത്തിൽ തെളിവുകളൊന്നുമില്ലാതെ ഈ ശുചീകരണ തൊഴിലാളിയും കുഴിച്ചു മൂടാൻ നിർബന്ധിതരായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 500-ന് മുകളിൽ അപ്പോൾ തന്നെ ആയിരിക്കുന്നു. ഒരുപാട് പേർ മലയാളി, അതായത് പത്മലത എന്ന് പറയുന്ന മലയാളി +1 വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ കാര്യം നമ്മൾ നേരിട്ട് പോയി അവരുടെ വീട്ടിൽ നിന്നും അവരുടെ സഹോദരിയുടെയും സഹോദരന്റെയും ബൈറ്റ് ഉൾപ്പെടെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. അത്തരത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരണം പോലും നമ്മൾ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, സെറ്റ് സാരി, അതായത് കേരളീയ വസ്ത്രത്തിലുണ്ടായ അവരുടെ മൃതദേഹം ഇത്തരത്തിൽ സംസ്കരിക്കാൻ ഇടയായി എന്ന് ശുചീകരണ തൊഴിലാളി തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ പല ദേശത്തു നിന്നും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്നവർ ഇവിടെ ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. എന്തായാലും സൗജന്യ കേസ് തന്നെയാണ് ഇതിൽ ഏറ്റവും വഴിത്തിരിവായത്. അതിൽ വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റി വരികയും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് ഈ കേസ് ചൂടുപിടിക്കുന്നത്. എന്നാലും നിരന്തരമായി ന്യൂസ് 18 ഈ വാർത്തയുടെ പുറകെ ഉണ്ടായിരുന്നു. ഓരോ വാർത്തകളും ഓരോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഓരോ വിവരങ്ങളും നേരിട്ട് അവിടെ അമ്പലത്തിന്റെ പരിസരത്ത് നിന്നും നമുക്കൊരു കമ്മിറ്റി അംഗങ്ങളുടെ അവരുടെ തീരുമാനങ്ങൾ, നിലപാടുകളടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. മാധ്യമങ്ങൾ, അതായത് കർണാടകയിലെ മാധ്യമങ്ങൾ പോലും തുടക്കത്തിൽ എത്തിപ്പെടാത്ത സ്ഥലത്തായിരുന്നു. ആ സ്ഥലങ്ങളിലൂടെയാണ് കെ വി ബൈജുവും ന്യൂസ് 18 സംഘവും വാർത്താ സംഘവും അന്ന് സഞ്ചരിച്ചത്. അതോടുകൂടി ആക്ഷൻ കമ്മിറ്റിക്കും വലിയ പ്രതീക്ഷയായി. പിന്നീട് പോലീസ്, അതായത് കോടതി ഇടപെടലിലൂടെ തന്നെ പോലീസ് ഈ വിഷയത്തിൽ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിക്കുന്നുണ്ട്. ഇയാൾ സ്വാഭാവികമായും എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന കാര്യം വെളിപ്പെടുത്തും. അങ്ങനെയെങ്കിൽ ഈ മണ്ണ് കുഴിച്ച് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തണം. അത്തരം നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? വളരെ വൈകാതെ തന്നെ ഉണ്ടാവും. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടക്കുന്നത്. ടോമെ, ഞാൻ ഈ മൃതദേഹങ്ങൾ, അതായത് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധികളായ ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ കിടക്കുന്ന ആ സ്ഥലത്ത് ഞാൻ അവിടെ പോയിരുന്നു. അതായത് ഈ ധർമ്മസ്ഥലയിൽ നിന്നും 4 കിലോമീറ്റർ മാറി ആ റോഡിൽ നിന്നും 1.5 കിലോമീറ്ററോളം നടന്നാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. അവിടെ നേരിട്ട് ഞാൻ എത്തിയിരുന്നു. വലിയ ദുരൂഹതയായിരുന്നു. അത് നിറയെ മരങ്ങളും മറ്റും തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ പരിശോധന നടത്തേണ്ടത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുണ്ട്. അതായത് ഈ സ്ഥലത്ത് വലിയ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത്രയും 100 മൃതദേഹങ്ങൾ എന്ന് പറയുമ്പോൾ വലിയൊരു ചുറ്റളവിൽ ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ നാളെ തന്നെ ഈ പരിശോധന ആരംഭിച്ചാൽ തന്നെ
ഒരുപക്ഷെ ഒരാഴ്ച വരെ നീണ്ടുനിന്നേക്കാം. മാത്രമല്ല ഇത്തരത്തിൽ ലഭിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. എന്നാലും അത്തരം നടപടിക്രമങ്ങളൊക്കെ അയക്കേണ്ടതുണ്ട്. DNA പരിശോധന. ഇനി പരാതിക്കാർ കൂടുതൽ വരുമ്പോൾ അനന്യ ഭട്ട് എവിടെയാണെന്ന് ഇതുവരെ 2003 കാണാതായ അനന്യ ഭട്ട് എവിടെയാണെന്ന് അറിയില്ല. അവരുടെ അമ്മ പ്രത്യേകിച്ച് പറഞ്ഞത് അന്തിമ കർമ്മം ചെയ്യാൻ വേണ്ടി ആ മൃതദേഹങ്ങൾ ലഭിക്കണം. അങ്ങനെയാണ് അമ്മ ഇപ്പോൾ അവിടെ കാത്തുക്കുന്നത്. അതായത് ഒരു CBI ഓഫീസറായിരുന്നു, കൊൽക്കത്തയിലെ ഒരു CBI ഓഫീസറുടെ മകൾക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ വന്നത്. പിന്നീട് ഈ അമ്മയുടെ പരാതി പോലും സ്വീകരിക്കാതെ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്നാണ് അമ്മയോട് പറഞ്ഞത്. പോലീസ് ഒരു തരത്തിലും പരാതി സ്വീകരിച്ചിരുന്നില്ല. ആ പരാതിയിലാണ് 22 വർഷത്തിന് ശേഷം ഇപ്പോൾ അത്തരത്തിലൊരു പരാതിയെങ്കിലും പോലീസ് വാങ്ങാൻ തയ്യാറായത്. അതൊരു വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ പ്രചോദനമാണ്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും വലിയ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ പ്രദേശത്തുണ്ട്. അതുകൂടാതെ നേരത്തെ നേത്രാവതി പുഴയിലൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. എത്ര പേർ ഇവിടെ കൊല്ലപ്പെട്ടു, എത്ര പേരെ ഏത് രീതിയിൽ കൊലപ്പെടുത്തി, അതൊക്കെ അറിയേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഈ പ്രതികളിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. ഒരു മൃതദേഹങ്ങളും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആരാണ് ഇതിൽ തന്നെ ഏൽപ്പിച്ചത് കാര്യം ഇദ്ദേഹം രഹസ്യമൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിന് തെളിവായ ഒരു മൃതദേഹങ്ങളും ലഭിച്ചാൽ ഇത്തരം ക്രിമിനലുകളെ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. അത് തന്നെയാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് വിഷയം എടുത്തിട്ടുള്ളത്. വലിയ തോതിലുള്ള പ്രതിരോധത്തിലായിരിക്കുന്നു. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഏതെങ്കിലും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഈ ആക്ഷൻ കമ്മിറ്റി തന്നെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൂടുതൽ ആളുകൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും സൗജന്യ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിൽ കൂടുതൽ ആളുകൾ ഇവർക്കൊപ്പം ചേരുന്നു. 2000-ഓളം ആളുകളാണ് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു യോഗത്തിൽ ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ യോഗത്തിൽ പങ്കെടുത്തത്. ഈ സൗജന്യയുടെ കൊലപാതകത്തിലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിട്ടില്ല. അതും കണ്ടെത്താനുണ്ട്. അത്തരത്തിൽ ഒരുപാട് കൊലപാതകങ്ങളിൽ കണ്ടെത്താനുണ്ട്. ഒരു കൊലപാതകങ്ങളും കണ്ടെത്തിയാൽ തന്നെ ഈ പ്രതികളെ ഇതെല്ലാം ചെയ്തത് ഒരേ പ്രതികളാണ്, അവരെയൊക്കെ കണ്ടെത്താൻ സാധിക്കും. അതിന് കൃത്യമായ മൊഴി ശുചീകരണ തൊഴിലാളി നൽകിയിട്ടുണ്ട്. അതിന് തെളിവായാണ് ഇത്തരത്തിലൊരു മൃതദേഹ അവശിഷ്ടം, അതൊരു തലയോട്ടി ഇദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതും. എന്തിനാണ് ഇത്തരത്തിലൊരു തലയോട്ടിയുമായി എത്തിയെന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരാതി പോലീസിൽ നൽകിയപ്പോൾ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നാണ്. ഏതായാലും ഇന്ന് തന്നെ ശുചീകരണ തൊഴിലാളിയുമായി പോലീസ് സംഘം പരിശോധന നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇത്തരമൊരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് കൊല്ലപ്പെട്ടവരാരൊക്കെയാണ്, കൊലയാളിയിലേക്ക് അന്വേഷണം എത്തണം, മണ്ണ് പരിശോധിക്കണം. അത്തരം നീക്കങ്ങൾ എപ്പോൾ ഉണ്ടാകും ഉറ്റുനോക്കുകയാണ്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം യമനിലേക്ക് ഉറ്റുനോക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ എന്താകും തീരുമാനം? വധശിക്ഷ ഒഴിവാകുമോ? നിർണായക മണിക്കൂറുകളാണിത്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇന്നും ചർച്ചകൾ തുടരുകയാണ്. ദിയാദാനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും നിർണായകമായി. ഇതിനിടെ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട്. വധശിക്ഷ തന്നെ നൽകണമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ പകൽ പ്രതീക്ഷയുടെ ഒരു ദിവസമായിരുന്നുവെങ്കിൽ ഇന്ന് എന്താണ്, അതായത് യമനിൽ എന്തായിരിക്കും തീരുമാനം ഉണ്ടാകാൻ പോവുക എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ്റെ ചില പ്രതികരണം ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ടോം, അതായത് ഇന്ത്യൻ സമയം 1 മണിയോടുകൂടി ചർച്ച വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു കൂടിക്കാഴ്ച ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, ഒപ്പം തന്നെ യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവർ കഴിഞ്ഞ 2 ദിവസവും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ അതിലൊരു ഭൂരിഭാഗം പേരെ അനുനയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ
പോലും തന്നെ ഗോത്രപ്രതിനിധികളും ഒപ്പം തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരും ഇപ്പോഴും ഈ ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല എന്നാണ്, ഒരു അനുകൂല നടപടികളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശങ്കയുയർത്തുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് വലിയ ആശങ്കയായിരിക്കുന്നത്. അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പിൻ്റെ ഒരു വിശദാംശം ഇങ്ങനെയാണ്. അതായത് മുൻ വർഷങ്ങളിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ഞങ്ങളുടെ നിലപാടിൽ ഒരു ഇഞ്ച് പോലും മാറ്റമുണ്ടാക്കിയിട്ടില്ല. ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുക എന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ നിയമം. അതുമാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമാകൂ. വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചത് അപ്രതീക്ഷിതമായിട്ടാണ്. ഞങ്ങളൊരു അനുരഞ്ജനത്തിനും തയ്യാറാവുകയില്ല എന്ന് അവർക്കറിയാമെന്നിരിക്കെ ഈ നടപടി ദൗർഭാഗ്യകരമാണ്. വധശിക്ഷാ തീയതി തീരുമാനിച്ച ശേഷമുള്ള അനുരഞ്ജനം ഒരു തരത്തിലും സാധ്യമല്ല. വധശിക്ഷ നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയുണ്ടാകും. ശിക്ഷ വൈകുന്നതോ സമ്മർദ്ദമോ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല. പണം നൽകി രക്തം വാങ്ങാനാവില്ലെന്നും സത്യം മറച്ചുവെക്കാനാവില്ലെന്നും എത്ര വൈകിയാലും കൊലപാതകത്തിനോടുള്ള പ്രതികാരം നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും ഈ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ഒരു വെളിവാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നടപടിയിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നില്ല. ദിയാദനം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇന്ന് കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അദ്ദേഹം ഈ അവിടുത്തെ ആത്മീയ നേതാവുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി, അതായത് ഫോണിൽ സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്യുന്നു. പക്ഷേ എന്ത് നിലപാട് ഇനി ഈ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുമെന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളുണ്ട് ടോം. അതായത് ഒന്ന്, ഈ ഗോത്രത്തലവന്മാരുടെ ആ പ്രതിനിധികളെ അനുനയിപ്പിക്കുക. അവർ നേരത്തെ തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. ഈ വധശിക്ഷ തീരുമാനിച്ച് അതിൻ്റെ ഉത്തരവ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൈമാറിയപ്പോൾ മുതൽ തന്നെ വലിയ ആഘോഷമാക്കിയിരുന്നു ആ മേഖലകളിൽ. അതായത് നോർത്ത് യമനിലെ ഗോത്ര മേഖലയ്ക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലയിലാണ് ഈ ഒരു വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ വലിയ ആഘോഷ പരിപാടികളും ഒക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ഒരാശ്വാസമായി സന ക്രിമിനൽ കോടതി ഈ ശിക്ഷാവിധി നീട്ടിക്കൊണ്ട് അത് നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിലൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ സമയമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മാറ്റിവെച്ചു എങ്കിൽ പോലും തന്നെ എന്നിനി ഇത് നടപ്പാക്കുമെന്ന് അതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. അതാണ് ഇപ്പോഴുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത. പക്ഷേ മറ്റുള്ളത്, ഇനി സമയം എത്രത്തോളം ഉണ്ട് എങ്കിൽ പോലും തന്നെ നിർണായക മണിക്കൂറുകളാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകാം. അത് ഈ കുടുംബം പറയുന്നതനുസരിച്ചിരിക്കും. അവിടുത്തെ ശരീരത്തെ നിയമപ്രകാരം കുടുംബമാണ് അവസാന വാക്ക്, കുടുംബത്തിൻ്റെതാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നനുസരിച്ച് ഉടൻ തന്നെ വീണ്ടും ഒരു ഉത്തരവിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമയം വളരെ കുറവാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെതാണ് അവസാന വാക്ക്, അതനുസരിച്ചായിരിക്കും ഇനിയുള്ള തീരുമാനം. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാത്ര എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സഹോദരൻ ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതോടെ ഒരു പ്രതീക്ഷ പൂർണ്ണമായും മങ്ങുന്നു എന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇനി ആ കുടുംബത്തെ അനുനയിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ദിയാദനം അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒന്നെങ്കിൽ ഈ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് ഈ ശിക്ഷാവിധി റദ്ദാക്കുക, അതല്ല എങ്കിൽ ഈ ദിയാദനം സ്വീകരിക്കാതെ തന്നെ മാപ്പ് നൽകുക എന്നുള്ള രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ആ രണ്ട് വഴികളിലും അതിന് ഉത്തരം പറയേണ്ടത്, അല്ലെങ്കിൽ അതിന് ഒരു അനുകൂല നടപടി സ്വീകരിക്കേണ്ടത് ഈ കുടുംബം തന്നെയാണ് എന്നുള്ളതാണ് അവിടുത്തെ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ആ നിയമത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ ഒരു അനുരഞ്ജന നീക്കമുണ്ടായതായി അവിടുത്തെ യമൻ ഭരണകൂടം തന്നെ അറിയിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ തന്നെ മുൻകാലങ്ങളിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി ഈ കുടുംബവുമായി ഒരു അനുരഞ്ജന നീക്കം നടത്താനുള്ള ശ്രമം മനുഷ്യാവകാശ പ്രതിനിധികളും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലും കുടുംബമൊക്കെ ഏറെക്കാലമായി നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ, കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടൽ വന്നതോടുകൂടിയായിരുന്നു ഈ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പോലും ഈ കുടുംബം വ്യക്തമാക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തത്. ഇന്നലെയും മെനഞ്ഞാന്നും സമാനമായ രീതിയിൽ നോർത്ത് യമനിൽ ഈ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മീയ നേതാവ്, അതായത് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കുടുംബം കേൾക്കുമെന്നുള്ള ഏക പോംവഴി, അല്ലെങ്കിൽ ആ ഏക ഒരു കാര്യം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. അദ്ദേഹത്തിനോട് നേരിട്ടിപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഷെയ്ഖ് ഈ കുടുംബവുമായി നേരിട്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ ഇതിൽ നിന്നൊരു
മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമെന്നൊക്കെ കുടുംബവും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലും ഒക്കെ കരുതുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇനി ഏക വഴിയുള്ളത്, അല്ലെങ്കിൽ ഏക ആശ്രയമായിട്ടുള്ളത്. മറ്റ് നടപടികളെല്ലാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വ്യാപക പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നടക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഈ കേസിനെ വലിയ രീതിയിൽ ബാധിക്കും. അത് കുടുംബം കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഈ സഹോദരൻ കുറിക്കുകയും ചെയ്ത് അതിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ പലതും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണം പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന്, ഇനി ഈ ഹർജി ആക്ഷൻ കൗൺസിൽ നൽകിയിട്ടുള്ള ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോഴും കേന്ദ്രത്തിന് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് MLF ഭരണകൂടം അത് താറുമാറായിട്ടുള്ള അവസ്ഥയാണ്. 2 ഭരണകൂടമാണ് അവിടെ ഇപ്പോൾ ഭരണം കൈയാളുന്നത്. അതായത് തെക്ക് വടക്ക് എന്ന രീതിയിലാണ് അവിടുത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചർച്ചകൾക്കൊന്നും തന്നെ സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ചെയ്യാൻ ആകുന്നതെല്ലാം തന്നെ ചെയ്തു എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇടപെടാനില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള ഏക പോംവഴി അല്ലെങ്കിൽ ഏക പ്രായോഗികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ ഷെയ്ഖ് ഉമർ ഹബീബിന്റെ ഇടപെടൽ തന്നെയാണ്. അതിൽ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇനി നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ടോം, മിഥുൻ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര ചർച്ചകൾക്കിനി സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ മനമാറ്റം, അവിടെയാണ് ഇനി മലയാളികളുടെ പ്രതീക്ഷ, നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്ത് ഉദയൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ജീവിത പങ്കാളിയും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് ആശുപത്രി കിടക്കയിൽ നിന്ന് പങ്കുവച്ച ഫേസ്ബുക്ക് വീഡിയോയിൽ എലിസബത്ത് ആരോപിച്ചു. പോലീസിനും മുഖ്യമന്ത്രിക്കും വരെ പരാതി നൽകിയിട്ടും തനിക്ക് നീതി ലഭിച്ചില്ലെന്നും എലിസബത്ത് പറയുന്നുണ്ട്. ഹായ്, എലിസബത്താണ്. നിങ്ങളുടെ അവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് B, O, C എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വ ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലൈൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എൻ്റെ കംപ്ലൈൻറ്റ് മോളിന്ന് താഴത്തേക്ക് കുന്നംകുളം DYSP ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു, പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. കുറേ തവണ വക്കീലും പ്രസൻ്റ് ആയില്ല, ഇയാളും പ്രസൻ്റ് ആയില്ല. ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് കൗണ്ടർ പ്രസൻറ്റ് ചെയ്ത് എൻ്റെ നീതി ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല ഇതിൻ്റെ സംഭവം എന്താന്ന്. മുൻ ഭാര്യ ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തി 2021 ഡോക്ടറായ എലിസബത്തിനെ ബാലവിവാഹം കഴിക്കുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, നേരത്തെ തന്നെ ഈ ബാലയുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞതാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചത്? കാരണം മുൻ പങ്കാളിയും കുടുംബവുമാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഏതെങ്കിലും രീതിയിലുള്ള സംഭവവികാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എലിസബത്ത് നൽകിയ പരാതി അത് കോടതിയിലടക്കം നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആത്മഹത്യാ ശ്രമം എലിസബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 56 ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് എലിസബത്ത് പറയുന്നത്. അഹമ്മദാബാദിലെ ആശുപത്രിയിലാണ് എപ്പോഴും.
എന്തായാലും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ICUലായിരുന്നവരെ റൂമിലേക്ക് മാറ്റി. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇതിൽ പറയുന്നത് തന്നെ മാനസികമായും ശാരീരികമായും മുൻ ഭർത്താവും നടനുമായിട്ടുള്ള ബാല ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്റെ സമൂഹ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലുമൊക്കെ പലതവണ തനിക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. പോലീസിന് പരാതി നൽകി, DGPക്ക് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പക്ഷേ ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. പോലീസ് ഒരു തവണ തന്റെ മൊഴിയെടുത്തു. ഈ പറയുന്ന ഈ കുറ്റാരോപിതരായിട്ടുള്ള ബാലയിൽ നിന്നുമൊക്കെ വിശദമായി ചോദ്യം ചെയ്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതിയിൽ പോയിട്ടും ഇപ്പോഴും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല. താനൊരു ഇരയാണ്, സ്ത്രീകൾക്കാണ് ഈ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നിയമം എപ്പോഴും സ്ത്രീകൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നതല്ലാതെ തനിക്കിപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. ഇതിന്റെയൊക്കെ മനോവിഷമത്തെ തുടർന്നാണ് എലിസബത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൂടെ അവർ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. എന്തായാലും ആരോഗ്യനില മെച്ചപ്പെട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എലിസബത്തിനെ. അതിനിടയിലാണ് വീണ്ടും ഈ ബാലയ്ക്കെതിരായിട്ടുള്ള ആരോപണം കൂടി വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ എലിസബത്ത് ഉന്നയിക്കുന്നത്. ഇതിൽ പറയുന്നതൊക്കെ താൻ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു, തന്റെ മരണ കാരണം താൻ മരിച്ചു പോവുകയാണെങ്കിൽ അതിന് കാരണം ഇയാൾ ബാലയും അദ്ദേഹത്തിന്റെ കുടുംബവുമായിരിക്കും. കാരണം അത്രമാത്രമാണ് തന്നെ മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ അവർ ഉപദ്രവിച്ചതെന്നാണ് എലിസബത്ത് പറയുന്നത്. പക്ഷെ ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അത് ചില എന്തൊക്കെയോ ദോഷങ്ങൾ പറഞ്ഞുകൊണ്ട് ബാല വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നായിരുന്നു പിന്നീട് ലഭിച്ച ഈ രീതിയിൽ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. ബാലയുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായതാണ്. അതൊക്കെ വാർത്തയും ചർച്ചയുമായതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ എലിസബത്ത് ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പുതിയതായി ബാലയുടെ ഭാഗത്തുനിന്ന് ഈ അടുത്തിടെ വല്ലതും മോശമായ പെരുമാറ്റങ്ങൾ, ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ടോം, അതാണ് ഇപ്പോഴും വീണ്ടും ദുരൂഹമായി തുടരുന്നത്. പ്രത്യേകിച്ച് പ്രകോപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണമോ ബാല നടത്തിയിട്ടില്ല. അത് കോടതിയുടെ തന്നെ ഉത്തരവുള്ളതാണ്. പരസ്യമായി പ്രതികരിക്കുകയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലേക്ക് സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്നൊരു നിർദ്ദേശം ബാലയ്ക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ എലിസബത്തിനെ വിവാഹമോചനം ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ ഇവർ വേർപിരിഞ്ഞ് താമസിച്ചതിന് ശേഷം ബാല മറ്റൊരു വിവാഹം കഴിക്കുകയും അത് ഒരു ബന്ധു കൂടിയായിട്ടുള്ള യുവതിയെ വിവാഹം കഴിക്കുകയും ഇരുവരും ആ രീതിയിൽ ജീവിച്ചു പോരുകയാണ്. മറ്റ് ഒരിടത്തും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കൂടി ആയിക്കോട്ടെ എലിസബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മുൻപ് നടന്ന പ്രശ്നങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ ബാല സംസാരിക്കുന്നില്ല. ഇപ്പോൾ എലിസബത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ബാലയ്ക്കെതിരെ നൽകിയ കേസിൽ തുടർ നടപടികളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. താൻ അനുഭവിച്ച മാനസിക പീഡനങ്ങളിലൊന്നും തന്നെ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മാനസിക പിരിമുറുക്കമൊക്കെ ഉള്ള താൻ ഈ മരുന്നുകളൊക്കെ, നിരവധി ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് കൂടി എലിസബത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് എന്താണ് ഒരു പ്രകോപനമൊന്നും ഇല്ലാതെ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നതിലൊരു ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ബാലയുടെ ഭാഗത്ത് നിന്നാകട്ടെ മറ്റ് പരസ്യ പ്രതികരണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളോ ഒന്നും തന്നെ ഇപ്പോഴും എലിസബത്തിന് കിട്ടിയിട്ടില്ല. അവരുടെ വിവാഹമോചനം കഴിഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ബാല മറ്റൊരു വിവാഹം കഴിച്ച സമയത്താണ് എലിസബത്ത് ബാലയ്ക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും പിന്നീട് പരാതിയുമായി ഒക്കെ പോലീസിനെയും സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും കോടതിയിൽ ഈ കേസ് നടക്കുന്നതിനിടയിലാണ് വീണ്ടും എലിസബത്ത് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന ആരോപണവുമായി രംഗത്തെത്തുകയും പിന്നീട് ആത്മഹത്യാ ശ്രമം അടക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ബാലയുടെ മുൻ ജീവിത പങ്കാളി എലിസബത്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇവർ ഇപ്പോൾ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. തൻ്റെ മുൻ ജീവിത പങ്കാളി, അയാളുടെ കുടുംബാംഗങ്ങളുമാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് എലിസബത്ത് ആരോപണം ഉന്നയിക്കുന്നത്. ADGP MR അജിത് കുമാറിന് ഇരട്ട പ്രഹരം. പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ADGP MR അജിത് കുമാറിന് ഇരട്ട പ്രഹരം. തൃശൂർ പൂരം അലങ്കോലമായതിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് ആഭ്യന്തര സെക്രട്ടറി സർക്കാരിനോട് ശുപാർശ ചെയ്തു. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ചാണ് ശുപാർശ. ഗുരുതരമായ കൃത്യവിലോപം അജിത്തിന്റെ ഭാഗത്തുണ്ടായെന്നാണ് വിലയിരുത്തൽ. പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് നടത്തിയ ട്രാക്ടർ യാത്രയിൽ അജിത് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തി. ട്യൂഷന് പോയാൽ വകതിരിവുണ്ടാകില്ലെന്ന പരാമർശവുമായി അജിത്തിനെ മന്ത്രി കെ രാജൻ പരിഹസിക്കുകയും ചെയ്തു. മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട്
ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും. വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഈ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ, അതോ സർക്കാർ മുൻപ് തന്നെ സംരക്ഷിച്ചിരുന്ന പോലെ അജിത് കുമാറിനെ തുടർന്നും സംരക്ഷിക്കാനായിരിക്കുമോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ, തീരുമാനം? ടോം, സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ ഷെയ്ഖ് ദർബെ സാഹിബ് നേരത്തെ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ വിശദമായ അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചെന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് നേരത്തെ കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഇന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം ബോധപൂർവമായ കൃത്യവിലോപമാണ് ഈ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടും അതിൽ ഇടപെടുകയോ ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്യാതിരുന്നത് ബോധപൂർവമായ അനാസ്ഥയാണ്. അത് കുറ്റകരമായ അനാസ്ഥയെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിലെ പരാമർശം. അതുകൊണ്ട് തന്നെ ഇതിൽ നടപടി ആവശ്യമാണ് എന്നും ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പരാമർശമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ വിവാദവുമായി ബന്ധപ്പെട്ട് സമാനമായ തരത്തിലുള്ള രൂക്ഷമായ വിമർശനം MR അജിത് കുമാറിനെതിരെ ഉണ്ടായത്. ദൗർഭാഗ്യകരമായ നടപടിയാണ് ADGP കൂടിയായ MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട SP യോടും ദേവസ്വം കമ്മീഷണറോടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് CPIയുടെ പ്രതിനിധി കൂടിയായ റവന്യൂ മന്ത്രി K രാജൻ ADGP MR അജിത് കുമാറിനെ പരിഹസിച്ചുകൊണ്ട് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ച പോലെ എന്തായാലും CPI സംബന്ധിച്ചായിരുന്നു ഈ തൃശ്ശൂർ പൂരം കലക്കൽ വലിയ നഷ്ടമുണ്ടാക്കിയത്. കാരണം അവിടെ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി, പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഡാൻ, എന്തായാലും തുടർച്ചയായി ഇതുപോലെ വിവാദങ്ങൾ ഉണ്ടാകുന്നു, ആരോപണങ്ങൾ ഉയരുന്നു. MR അജിത് കുമാറിനെ ഇനിയും സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുമോ? അതിൽ ഏത് തരത്തിലായിരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവേദങ്ങൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുകയും അത് മുന്നണിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ, അങ്ങനെ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനേ സർക്കാരിന് കഴിയൂ. ആരോപണം ഉന്നയിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെയും തിടുക്കത്തിൽ നടപടിയെടുക്കാൻ കഴിയില്ല. അതിൽ എന്ത് തരത്തിലുള്ള തെളിവാണ് എതിരായി ഉള്ളത്, അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകുകയുള്ളൂ എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതോടൊപ്പം ഈ വിവാദങ്ങൾ ഒരുപാടങ്ങ് സർക്കാരിനെ വേട്ടയാടുന്ന തരത്തിലേക്ക് മാറിയതോടെയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന്, അതായത് CPIയുടെ കൃത്യമായ ഒരു അതൃപ്തി പരസ്യമായി അവർ പലതവണ ആവർത്തിച്ച് പ്രകടമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്കൊരു കടുത്ത നടപടിയിലേക്ക് സർക്കാരിന്റെ വിശ്വസ്തനായ MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ആഭ്യന്തര സെക്രട്ടറി കൂടി ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് വെറുതെ അങ്ങ് വായിച്ച് മാറ്റാൻ ഉള്ള ഒരു തരത്തിലുള്ള ഒരു നിസ്സാരമായി അതിനെ കാണാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടത് മുന്നണിക്കുള്ളിലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് സർക്കാരിന് മുമ്പിൽ ഒരു അനിവാര്യതയായി മാറും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. വൈകാതെ അത് സംബന്ധിച്ച വിവരങ്ങൾ, കൃത്യമായ ഒരു നടപടി ഏത് തരത്തിൽ വേണമെന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടൊപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ശബരിമല ട്രാക്ടർ യാത്രയിൽ ADGP MR അജിത് കുമാറിനെ ഒഴിവാക്കി FIR. ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. പമ്പ പോലീസാണ് കേസെടുത്തത്. അലക്ഷ്യമായി ജനങ്ങൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചെന്ന് FIR-ൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ശശിനാരായണൻ കൂടി ചേരുന്നു. ശശിനാരായണൻ, എന്തൊരു നീതികളാണിത്? കാരണം ഒരു പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്നു, വളരെ സാധാരണക്കാരനായ പാവപ്പെട്ടവനായ ഒരു ട്രാക്ടർ ഡ്രൈവർക്കെതിരെ കേസെടുക്കുന്നു. എന്താണ് FIR-ൽ പറയുന്നത്?
ടോം, ADGP ശബരിമലയിൽ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ട്രാക്ടർ യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പമ്പ പോലീസ് ഡ്രൈവർക്കെതിരെ പ്രതിയാക്കി കേസെടുത്തുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ADGP ഈ പമ്പയിലെത്തി ട്രാക്ടർ പോലീസിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ട്രാക്ടർ കയറിയാണ് അദ്ദേഹം സന്നിധാനത്തെത്തിയത്. സന്നിധാനത്തിൽ CCTV ക്യാമറകളില്ലാത്ത പ്രദേശത്ത് നിന്നാണ് അദ്ദേഹം കയറിയതും. ഒപ്പം സന്നിധാനത്തെത്തിയതിനു ശേഷം CCTV ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷം നടന്നാണ് സന്നിധാനത്ത് പോയത്. അത് വലിയ വിവാദമാക്കുകയും ഹൈക്കോടതിയുടെ വലിയ രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തുള്ളത്. ആ കേസ് പ്രധാനമായും പമ്പ പോലീസ് ഈ ഡ്രൈവർക്കെതിരെ മാത്രമാണ് FIR എടുത്തിട്ടുള്ളത്. അതിൽ ADGPയെ കുറിച്ച് പരാമർശമില്ല. ഒപ്പം അലക്ഷ്യമായി അയ്യപ്പന്മാർ ഇറങ്ങി വരുന്ന വഴികൾ കൂടി അലക്ഷ്യമായി അവരെ ബുദ്ധിമുട്ടിയ തരത്തിൽ ട്രാക്ടർ ഡ്രൈവർ ഓടിച്ചു. ഒപ്പം ഹൈക്കോടതിയുടെ വിധി ലംഘിച്ച് ട്രാക്ടർ ഡ്രൈവർ ആളെ കയറ്റി എന്നുള്ള കാര്യം കൂടി പരാമർശിക്കുന്നു. ഒപ്പം മോട്ടോർ വാഹന നിയമങ്ങളും ചുമത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഈ ഡ്രൈവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിലൊന്നും ADGPയുടെ പേര് പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തെ പൂർണ്ണമായി സംരക്ഷിച്ച് പോലീസ് ഡ്രൈവറെ മാത്രം ബലിയാടാക്കി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ വ്യക്തമാവുന്നത്. ഈ കുറ്റക്കാരനായ ADGPക്കെതിരെ ഇത്തരം നിയമങ്ങളെല്ലാം അറിയാവുന്ന ADGPയെ പോലീസ് സൗകര്യപൂർവ്വം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ FIR സൂചിപ്പിക്കുന്ന വകുപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതിയുടെ രൂക്ഷ വിമർശനം ഇന്നുണ്ടായിട്ടുണ്ട്. എന്നറിയാം, അദ്ദേഹം ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ചരക്ക് നീക്കങ്ങൾക്ക് മാത്രമാണ് ട്രാക്ടർ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു ഹൈക്കോടതി വിധിയുണ്ട്. ആ ഉത്തരവാണ് ഈ നിയമമെല്ലാം സംരക്ഷിക്കുന്ന ശബരിമലയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ലംഘിച്ചത് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം കൂടി ഹൈക്കോടതിയിൽ വന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പമ്പ പോലീസിനെ സംബന്ധിച്ച് കേസ് എടുത്തത്. ആ കേസിലാണ് ഈ ADGP MR അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഡ്രൈവറെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഒരു രീതിയിലുള്ള ഒരു FIR ഒക്കെ ഇട്ട് അദ്ദേഹത്തെ പ്രതിയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ FIRന്റെ കോപ്പി കൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ADGPക്ക് ഒരു സുരക്ഷ പോലീസ് ഒരുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADGPയുടെ പേര് ഇതിലൊന്നും തന്നെ ഒരു സ്ഥലത്തും പരാമർശിക്കുന്നില്ല. പമ്പയിൽ നിന്ന് 3 പേരെ ഈ ഡ്രൈവർ ട്രാക്ടർ കയറ്റി എന്നുള്ള കുറ്റം കൂടി ചുമത്തുന്നു. ട്രാക്ടറിന്റെ ഉടമ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയാണ്, പോലീസിന്റെ തന്നെയാണ് ട്രാക്ടർ. അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ യാത്ര ചെയ്ത ADGPയെ കുറിച്ച് മാത്രം ഒന്നും പരാമർശിക്കാതെ പൂർണ്ണമായി അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലാണ് പമ്പ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ളത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത വിഭജികയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യത. നേരത്തെ കുണ്ടറ പോലീസ് വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെയും സഹോദരിക്കും അതോടൊപ്പം നിതീഷിൻ്റെ അച്ഛനെതിരെയും കേസെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ, അതോടൊപ്പം ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതോടൊപ്പം വിഭജികയുടെയും മകളുടെയും മരണം സംബന്ധിച്ച ഹർജിയിൽ ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ഹർജിയിലും ഭർത്താവിനെ കക്ഷി ചേർക്കണമെന്നാണ് നിർദ്ദേശം. വിഭജികയുടെ ബന്ധു നൽകിയ ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റി. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എങ്ങനെ ഉത്തരവിടാനാകുമെന്ന് കോടതി ചോദിച്ചു. ഭർത്താവിൻ്റെയും എംബസിയുടെ നിലപാട് അറിയണമെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനും S വിനീഷും ചേരുന്നുണ്ട്. ആദ്യം വിനീഷിലേക്ക്. വിനീഷ്, ഇവിടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹൈക്കോടതി ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണമാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. നേരത്തെ കുണ്ടറ പോലീസ് കേസെടുത്താണ്. ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും ടോം, കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കേസ് ശാസ്താംകോട്ട DYSPക്കായിരുന്നു അതിന്റെ ഒരു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. കുണ്ടറ പോലീസ് ആയിരുന്നു കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുടർ നടപടികൾക്ക് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാനും ചില സാധ്യതകളുണ്ട്. സ്ത്രീധന പീഡനം, ആത്മഹത്യ പ്രേരണ, ഇവയ്ക്ക് പുറമെ ഗാർഹിക പീഡനം എന്നിവ വകുപ്പുകൾ കൂടി FIRൽ ചേർത്തിട്ടുണ്ട്. ഭർത്താവ് നിതീഷ്, ഭർത്തൃ സഹോദരി നീതു, നിതീഷിന്റെ അച്ഛൻ മോഹൻ എന്നിവർക്ക് 1 മുതൽ 3 വരെയുള്ള പ്രതികളാണ് FIRൽ പറയുന്നത്. വിഭജികയുടെ ശബ്ദ സന്ദേശവും ആത്മഹത്യക്കുറിപ്പും പരാതിയോടൊപ്പം ശൈലജ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. 2 മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കുകയും റീപോസ്റ്റ്മോർട്ടം അടക്കം ആണ് ഇവർ ആവശ്യപ്പെടുന്നത്. പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തുവിടാനും പോലീസിൽ നിന്ന് ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്.
യെസ്, വിനീഷ് തുടരുക. ആജ്ഞ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്ന ആജ്ഞ, ഇവിടെ വിഭജികയുടെ ബന്ധു നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഭർത്താവിനെ ഈ കേസിൽ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടുണ്ട്. എന്താണെന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ടോം, വിഭജികയുടെ ബന്ധു നൽകിയിരിക്കുന്ന ഹർജിയിലാണ് ഹൈക്കോടതി നിലപാട് അറിയിച്ചത്. വിഭജികയുടെ അത് കുഞ്ഞിന്റെ അവകാശം അച്ഛനും കൂടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിതീഷിന്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട് കേസിൽ. അതുകൊണ്ട് നിതീഷിനെ കൂടി കേസിൽ കക്ഷി ചേർക്കണമെന്ന് തന്നെയാണ്, ഹർജിയിൽ കക്ഷി ചേർക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഭജികയുടെയും മകളുടെയും മൃതദേഹം വിദേശത്ത് തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണ്. അതും ധൃതി പിടിച്ച നിതീഷ് കുഞ്ഞിന്റെ മൃതദേഹം അടിയന്തരമായി അവിടെ സംസ്കരിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകുന്നു. അത് നിതീഷിന്റെ വീട്ടിലോ തന്റെ വീട്ടിലോ ആകാമെന്ന് ആവശ്യപ്പെട്ട കൊണ്ട് തന്നെയാണ് അമ്മ ഇന്ന് ഷാർജയിലെത്തിയ അമ്മ അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെ തന്നെയാണ്. എന്തായാലും വിഭജികയുടെ ബന്ധുവും ഹൈക്കോടതി നൽകിയ ഹർജി അനുസരിച്ചിട്ടാണ് ഈ ഹൈക്കോടതിയുടെ ഈ നീക്കമുണ്ടായത്. ഇത് ഇക്കാര്യത്തിൽ നിതീഷ് കുഞ്ഞിന്റെ അച്ഛനാണ്. അത് ഈ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ കാര്യത്തിൽ നിതീഷിന് കൂടി തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അതുമാത്രമല്ല നിതീഷും എംബസിയും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം അറിയണം. നിതീഷിന്റെ എംബസിയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം മാത്രമേ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഹർജിയിൽ തീരുമാനമാക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണ് ഇത്തരത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഹൈക്കോടതിക്ക് പറയാൻ കഴിയുക എന്നും ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. നിയമപരമായ അവകാശം ഭർത്താവിനാണ്. അതുകൊണ്ട് തന്നെയാണ് ഭർത്താവിനെ കൂടി കേസിൽ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഭർത്താവിന്റെ എംബസിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോ യെസ്, വിനീഷ്, ഇവിടെ എന്തായാലും അത്തരമൊരു നീക്കം, ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ സംസ്കരിക്കാനുള്ള നീക്കം നടക്കുന്നതിനിടെയായിരുന്നു. പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു. വിഭജികയുടെ കുടുംബം, ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? അവരുടെ ഇനി വിഭജികയുടെ കുടുംബത്തിൻ്റെ അടുത്ത നീക്കം എന്താകും? പ്രത്യേകിച്ചും ഹൈക്കോടതി ഇനി നാളെ ആയിരിക്കും കേസ് പരിഗണിക്കുക. ഒരു വശത്ത് കേരളത്തിൽ ഇവർക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഗാർഹിക പീഡനം, അതായത് വർഷങ്ങളായി ഈ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വിഭജിക നേരിട്ട ഗാർഹിക പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. നിർണായകമായിട്ടുള്ള പല തെളിവും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അവസാന സമയം പോലും വിഭജിക തൻ്റെ ബന്ധുക്കൾക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ നമ്മൾ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ഇനി എന്തായിരിക്കും ഈ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടോ? ടോം, ഷാർജയിൽ മരിച്ച വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ നിർണായക ചർച്ചകളാണ് തുടരുന്നത്. ഗാർഹിക പീഡന നിയമപ്രകാരം നിതീഷിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിഭജികയുടെ അമ്മയും സഹോദരനും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിഭജികയുടെ ഭർത്താവ് നിതീഷിന്റെയും ബന്ധുക്കൾ ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്നും യാത്രാവിലക്കുള്ളതിനാൽ നാട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്നും നിതീഷ് ആവശ്യപ്പെട്ടതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കണമെന്ന നിലപാടിൽ വിഭജികയുടെ അമ്മ ശൈലജ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ സംഭവത്തിൽ കോൺസുലേറ്റ് ചർച്ചകളും പോലീസ് നടപടികളും എല്ലാം തന്നെ നിർണായകമാണ്. വിഭജികയുടെ ഭർത്താവായ നിതീഷ് വൈഭവിയുടെ മൃതദേഹം ഷാർജ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് കോൺസുലേറ്റിന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തുകയും സംഭവത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തത്. തുടർന്ന് സംസ്കാരം നടത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിന്റെ മൃതദേഹം തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. തീരുമാനം ആകുന്നതുവരെയും വൈഭവിയുടെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നുള്ള അറിയിപ്പായിരുന്നു ബന്ധുക്കൾക്ക് ആ സമയം ലഭിച്ചത്. വിഭജികയുടെ അമ്മ ശൈലജ ഷാർജ അധികൃതർക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു അടിയന്തരമായൊരു ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കുഞ്ഞിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കണമെന്നും വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം ഒന്നിച്ച് നാട്ടിലെത്തിക്കണമെന്നുമുള്ള ഒരു ആവശ്യമായിരുന്നു ശക്തമായിരുന്നത്. ഇതുമെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശദമായ ഒരു കത്ത് ശൈലജ അവിടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കേട്ടോ യെസ്, വ്യക്തമാണ്. എസ് വിനീഷും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി ലഹരിക്കടത്ത് കേസിൽ ബ്രസീലിയൻ ദമ്പതികളുടെ ജീവൻ പണയം വെച്ചുള്ള യാത്ര 3 ലക്ഷത്തിന്റെ കമ്മീഷന് വേണ്ടിയെന്ന് DRI. ലഹരിക്കടത്ത് സംഘം വാഗ്ദാനം ചെയ്തിരുന്നത് 1.5 ലക്ഷം രൂപയാണ്. ലഹരി കൈമാറേണ്ട ആളിന്റെ വിവരങ്ങൾ ബ്രസീലിലെ സംഘം നൽകിയില്ലെന്നും പ്രതികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി,
ഈ 3 ലക്ഷത്തിൻ്റെ കമ്മീഷൻ, അതോടൊപ്പം ഈ ലഹരി കൈമാറേണ്ട ആളുകളുടെ വിവരം നൽകിയില്ലെന്ന മൊഴി, ഇത് പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കാമോ? വിപണിയിൽ 16 കോടി രൂപ വില വരുന്ന കൊക്കൈനാണ് ഇരുവരും വിഴുങ്ങിയത്. പക്ഷേ ഇത് ഉടനെ തന്നെ നെടുമ്പാശ്ശേരി പോലീസിന്റെ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഇരുവരെയും പിടികൂടുകയും ഇതെല്ലാം പുറത്തെടുക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൊഴി പ്രകാരം 3 ലക്ഷം രൂപയാണ് ഓരോരുത്തർക്ക് ഒരാൾക്ക് 2 പേർക്ക് കൂടി ലഭിക്കുന്നത്. അതായത് ഒരാൾക്ക് 1.5 ലക്ഷം രൂപ. ഇത്രയും ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ബ്രസീലിൽ നിന്നും കേരളത്തിലെത്തി ഈ ലഹരി ഇവിടെ നൽകി കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് ലഭിക്കുന്നതെന്ന് പറയുന്ന ഇവരുടെ മൊഴി പോലീസ് പൂർണ്ണമായും RDI പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിലിപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് ആർക്കാണ് ഈ ലഹരി എത്തിച്ചത് എന്ന ചോദ്യത്തിനും അവർ പറയുന്നത് അതിൽ ഞങ്ങളോട് ആർക്കാണ് ഇത് നൽകേണ്ടതെന്ന് വ്യക്തത പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ടലിൽ എത്തിയ ശേഷം ഈ ബ്രസീലിലുള്ള ആളുകളെ, അതായത് അവരെ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് അയച്ച ആളുകളെ വാട്സപ്പിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇത് എത്തിക്കേണ്ടതെന്ന വിവരം നൽകുമെന്നാണ് ഈ പിടിയിലായ ദമ്പതികൾ പറയുന്നത്. അതുപോലും അന്വേഷണ സംഘത്തിന് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിലെ രഹസ്യമായിട്ടുള്ള ചില വിവരങ്ങൾ, ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ തിരിച്ചെടുക്കുവാനും ആണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഒപ്പം വിദേശ പൗരന്മാരായതിനാൽ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിൽ പോലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം നീണ്ടതിന് ശേഷം, ഇവരുടെ ഫോണിന്റെ പരിശോധനയുടെ ഫലമടക്കം അറിഞ്ഞതിന് ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ജയിലിലെത്തി സന്ദർശിച്ച് നേരിട്ട് ഇവരിൽ നിന്ന് മൊഴിയെടുക്കുകയോ ചെയ്യുമെന്നാണ് ചോദിച്ചറിയുകയോ ചെയ്യുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ദമ്പതികൾ എത്തുകയും ഇവർ ഇങ്ങനെ ലഹരി ഗുളിക കഴിച്ചിട്ടുണ്ടെന്ന വിവരം പോലും രഹസ്യ സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി 3 ദിവസത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് ഇതെല്ലാം പുറത്തെടുക്കാനും കഴിഞ്ഞത്. 163 ഗുളികകളാണ് ഇവർ വിഴുങ്ങിയത്. ഇത് 1.67 കിലോ കൊക്കൈനാണുള്ളത്. 16 കോടി രൂപയാണ് ഇത് വിപണിയിലെ വില എന്നുകൂടിയാണ് DRI സംഘം വ്യക്തമാക്കുന്നത്. നവമി, നമുക്കറിയാം ഇതിന് മുൻപ്, അതായത് കഴിഞ്ഞ വർഷം ഈ ടാൻസാനിയൻ യുവാക്കൾ, ഒരു യുവതി അടങ്ങുന്ന സംഘം സമാനമായ രീതിയിൽ 30 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈൻ അത് വയറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതാണ്. പിന്നീട് ആ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോലീസ് ഈ കസ്റ്റംസ് ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. സമാനമായൊരു കേസ്, അതായത് ഇതുപോലെ തന്നെ 16, നവമി സൂചിപ്പിച്ചതുപോലെ 16 കോടിയുടെ കൊക്കൈൻ, അതും 3 ലക്ഷം രൂപ കമ്മീഷൻ. ഇവിടെ ഈ പ്രതികളുടെ ഈ മൊഴികളിൽ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്, പല ദുരൂഹതയുമുണ്ട്. പ്രത്യേകിച്ചും രാജ്യാന്തര ലഹരി മാഫിയകൾ കേരളത്തെ വലിയൊരു വിപണിയാക്കുന്നു. മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളത് സാധാരണ, കാരണം ഈ സിന്തറ്റിക് ഡ്രഗുകൾ വ്യാപകമായി കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ വിപണനം നടക്കുന്നു. ഇതിൻ്റെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ ലഹരി ഒഴുകുന്നു. അതായത് കേരളത്തിലെ വലിയൊരു ലഹരി മാഫിയ ഇതിന് പിന്നിലുണ്ടെന്ന് DRI സംശയിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇനി അന്വേഷണം ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? തീർച്ചയായിട്ടും. കാരണം അതിസാഹസികമായി ഇവർ ഈ ഗുളിക വിഴുങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി ഹോട്ടൽ മുറി പോലും നേരത്തെ അവർക്ക് ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ അവർക്ക് വലിയ പിന്തുണയുണ്ട്. അല്ലെങ്കിൽ ഇവർ സ്ഥിരം ലഹരി ഇങ്ങനെ ഈ രീതിയിൽ എത്തിക്കുന്ന വലിയ സംഘങ്ങൾ തന്നെ ഉണ്ടെന്ന് ഇതിൽ നിന്നുമൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയും. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണോ ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം? അവിടെ എത്തിയിട്ടാണോ ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്? അതോ ഇത് ശേഖരിക്കുന്നതിന് വേണ്ടി തന്നെ അവിടേക്ക് ആൾ വരുമോ എന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊക്കെ ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഈ വിദേശ പൗരന്മാരായതിനാൽ ചോദ്യം ചെയ്തതിലൊക്കെ ഒരു പരിമിതി കൂടിയുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഫോൺ പരിശോധനയിലടക്കം അതിന്റെ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കുവാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ. ഈ ദമ്പതികളുടെ മൊഴി പ്രകാരം ഈ 3 ലക്ഷം രൂപയാണ് അവർക്ക് കമ്മീഷനായി ലഭിക്കുന്നത്. ഒരാൾക്ക് 1.5 ലക്ഷം രൂപ. ഇങ്ങനെയുള്ള കണക്കുകളാണ് പറയുന്നത്. അത് തിരുവനന്തപുരത്ത് എത്തി ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. അത് ബ്രസീലിൽ നിന്നുള്ള ഇവരെ ഇങ്ങോട്ടേക്ക് അയച്ച സംഘത്തിലുള്ളവരെ വാട്സപ്പിലൂടെ വിളിച്ചാൽ മാത്രമേ ഇവിടെ ആർക്ക്
ആർക്കാണ് അത് നൽകേണ്ടത് എന്നതിലൊക്കെ ഒരു വിവരം തങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ദമ്പതികൾ ആവർത്തിച്ച് പറയുന്നത്. ഇത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ ലഹരിയുടെ ഒഴുക്ക് ശക്തമാകുന്നു എന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. നേരത്തെ തന്നെ നമ്മൾ പലതവണ കേട്ടതാണ്. പ്രത്യേകിച്ച് ബംഗളൂരു, ഡൽഹി പോലുള്ള നഗരങ്ങളിൽ നിന്നുമാണ് കൂടുതൽ ലഹരി എത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അന്വേഷണ സംഘം അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നൽകുന്ന സാഹചര്യത്തിൽ ഈ ബ്രസീലിയൻ ദമ്പതികൾ നേരത്തെ നമുക്കറിയാം ടാൻസാൻ സംഘം ഇതുപോലെ ഇവിടെ എത്തി സമാനമായ രീതിയിൽ ഗുളിക വിഴുങ്ങി അത് പിന്നീട് പോലീസ് കണ്ടെത്തി ഇവരെ കോടതിയിലൊക്കെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ പോയി. സമാനമായ രീതിയിൽ തന്നെയാണ് ഇവരും ബ്രസീലിൽ നിന്നുള്ള സംഘവും ദമ്പതികളും എത്തിയത്. ഇതും ഇവരെ ഇപ്പോൾ രഹസ്യവിവരത്തെ തുടർന്നാണ് ഇവരെയൊക്കെ പിടികൂടാൻ കഴിഞ്ഞത്. അങ്ങനെ പോലീസിന്റെ ഒക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എത്രമാത്രം ലഹരിയാണ് കേരളത്തിലേക്ക് ഒഴുകുന്നത് എന്നതിൽ ഇപ്പോഴും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ DRI സംഘങ്ങളുടെ ഒക്കെ പരിശോധന ആ രീതിയിൽ ശക്തമായി തന്നെ തുടരുന്നുമുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.